സാത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഷോകിൻ്റെ ദിവസമാണ്. സുജിത്തെയും സ്നേഹയും അവരുടെ വീട്ടിൽ പോയി അങ്ങനെ ഷോക്ക് അടിച്ച് എന്തൊക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇന്ന് റൂമിൽ ഭയങ്കര ഷോക്കാണ്. എൻ്റെ സുജി പോയി. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു ബ്രെഡും ഉണ്ടായിട്ടുണ്ട്, അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷോക്കാണ് ഗൈസ്. സുജിയില്ല, അവളിന്ന് വീട്ടിൽ പോയി അങ്ങനെ ഷോക്ക്. അല്ല ഗൈസ്, നമ്മൾ ആവണി എന്താ ചെയ്യുന്നത്? ഹലോ ഗേസ്, നമ്മൾ കുളിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ 2 റൂംമേറ്റ്സിൻ്റെ വീട്ടിൽ പോയി. അതുകൊണ്ട് ഭയങ്കര ശോകമാണ്. ആവണിയുണ്ട്, അവന് മാത്രം ഞാൻ അവണി ഗേസ് അമ്മ തലക്കുളി ഗേസ്. ഓക്കെ ഗേസ്, ഹത്തിമേല സെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുളിച്ച് വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ബോറാണ്. അതെന്ന് വെച്ചാൽ 2 നമ്മളെ റൂംമേറ്റ്സ് പോയി. സുജിയും സ്നേഹയും വീട്ടിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് 2 ഷോകമുണ്ട്. വീട്ടിൽ സന്ധ്യ സമയത്തിന് നഖം ഇട്ടുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ അമ്മമാർ സമ്മതിക്കും സന്ധ്യ സമയത്ത് നഖം വിട്ട? പക്ഷെ ഞാൻ റിമൂവൊക്കെ ചെയ്ത് മാറ്റി. പക്ഷെ കുറച്ചൊക്കെ പോയിടും. പിന്നെ ചായ നമ്മൾ അടുപ്പത്ത് വെച്ചു, എല്ലാ കെറ്റിൽ വെച്ചു. അത് റെഡിയായിട്ട് ഞാനും എൻ്റെ മോളും കൂടി ചായ ഇട്ട് കുടിക്കും. അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ഓക്കെ ഗേസ്. ഗേസ് ഫൈനലി കോഫി ഇട്ടായിരുന്നു. അടുപ്പിലേക്ക് ഒരു കോഫി ഇട്ടു. അതിൻ്റെ കൂടൊപ്പം മിച്ചറുണ്ട് ഗൈസ്. മിച്ചർ സണ്ണിച്ചൻ്റെ കടയിൽ നിന്ന് വെച്ച് മിച്ചറുണ്ട് ഗൈസ്. എന്നും വിചാരിക്കും വെയിറ്റ് ലോസ് ജേണി തുടങ്ങണം, വെയിറ്റ് കുറയ്ക്കണം. എന്താക്കി ഈ റൂമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും തിന്നാൻ കാണില്ല. വെല്ലം വന്നാൽ തിന്നാന്നൊരു ചിന്തയുള്ളൂ. വെയിറ്റ് ലോസ് ജേണി എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല ഗൈസ്. നിങ്ങൾ എനിക്കൊരു മോട്ടിവേഷൻ എന്താ? എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. എന്താക്കാനാ? വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഗൈസ്, എൻ്റെ വ്ളോഗിൽ എൻഡ് ചെയ്യണ സമയത്താണ് ഡാർക്ക് ഫാൻറ്റസി ആയിട്ട് അഞ്ചുകുട്ടി വന്നത്. അഞ്ചു ഇവള് ഓരോ സാധനം ഗൈസ്, ഓരോ സാധനം വാങ്ങിച്ചോണ്ട് വരും ഗൈസ്. ഇങ്ങനത്തെ ഡാർക്ക് ഫാൻറ്റസി, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ, അൽക്കുലത്തെ സാധനങ്ങൾ. പക്ഷെ നമ്മൾ 2 പേരും